കാലം വളരെ മോശമാണ്. ഇപ്പോൾ ഈ കുട്ടികളെ പിടിക്കുന്ന നമ്മുടെ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുട്ടികളെ പിടിക്കുന്ന സംഘങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി ഇവിടെ 2-3 നാടോടി സ്ത്രീകൾ വന്നിരുന്നു കേട്ടോ. വസ്ത്രമൊക്കെ ചോദിച്ചു. അവരെപ്പോഴും അവരുടെ കയ്യിലൊരു പേപ്പർ ഉണ്ടാവും, ഒരു സർട്ടിഫിക്കറ്റ് പോലൊരു സംഭവം ഉണ്ടാവും. അതിൽ സീലും ഇല്ല, ഒന്നും ഒരു മണ്ണാങ്കട്ടയില്ല. എന്നിട്ട് സാരി ഇത് പൈസ വേണം, സാരി വേണം, വസ്ത്രം വേണമെന്നും പറഞ്ഞ് നിൽക്കില്ല. ഇവർക്കൊക്കെ വേറെ പണി, നല്ല ആരോഗ്യമുള്ളവരാണ്. പോയി ജോലി ചെയ്ത് ജീവിച്ചൂടെ ഇങ്ങനെ തെറ്റി നടക്കണ നേരത്ത്. അടവാണ് അടവ്. ഒരു പ്രാവശ്യം ചേട്ടൻ ഇതുപോലെ വാങ്ങിയിട്ട് ആ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് സീൽ എവിടെയെന്ന് ചോദിച്ചു. ഗവൺമെൻറ്റിൻ്റെ സീലില്ല. ഗവൺമെൻറ്റിൻ്റെ പേരൊക്കെ വെച്ച് ചുമ്മാ പ്രിൻ്റ് എടുത്ത് അങ്ങ് ഇറങ്ങിയിരിക്കുക. ഒരെണ്ണത്തിനകത്ത് കയറ്റരുത്, എല്ലാം തട്ടിപ്പാണ്. എന്നിട്ട് അവിടെ വന്ന് നിന്ന് തെണ്ടിക്കൊണ്ട് അങ്ങനെ നിൽക്കും. എന്നിട്ട് കുറച്ച് വല്ല 10-20 രൂപ കൊടുത്താലൊന്നും അവരുടെ മുഖം തെളിയില്ല കേട്ടോ. കുറച്ചധികം 100 രൂപയൊക്കെ കൊടുത്താലേ മുഖം തെളിയുള്ളൂ. നല്ല എളുപ്പമുണ്ടല്ലോ, ഓരോ വീട്ടിൽ നിന്നും തെണ്ടുമ്പോൾ 100 രൂപ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ നല്ല എളുപ്പമുണ്ടല്ലോ. പിന്നെ അങ്ങനെയാണ് കാര്യം. പോയി അധ്വാനിച്ച് ജീവിക്കുക. ആർക്കും അധ്വാനിച്ച് ജീവിക്കാനായിട്ട് വയ്യ. ഇങ്ങനെ മനുഷ്യനെ ഒന്നെങ്കിൽ മോഷ്ടിച്ച്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ സമൂഹത്തെ തൊലച്ചുകൊണ്ട് ജീവിക്കും, അല്ലെങ്കിൽ മോഷ്ടിച്ച് ജീവിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടന്ന് കുട്ടികളെ തട്ടിക്കൊണ്ട് പോകൽ, കാര്യങ്ങൾ തെണ്ടിയിട്ട് വീട്ടിൽ പോയാലും കുഴപ്പമില്ല. പക്ഷേ അതിലൊന്നും നിൽക്കത്തില്ല ഈ മാഫിയകൾ, മനസ്സിലായില്ലേ? അവർ അങ്ങനെയൊന്നും നിൽക്കത്തില്ല. കുട്ടികളെ തട്ടിക്കൊണ്ട് പോക്ക് അടുത്തടുത്ത സ്റ്റെപ്പിലോട്ട് നീങ്ങുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. കുട്ടികളെ എത്ര കുട്ടികളെയാണ് കാണാതായിട്ട് തിരിച്ചു കിട്ടാത്ത കുട്ടികൾ വരെയുണ്ട്. അതൊക്കെ ഇവരുടെ കയ്യിൽ പെടുന്നതാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ കൂടി നമ്മുടെ മെയിൻ ഡോറ് അടച്ചിടുന്നതാണ് ഏറ്റവും നല്ലത്. ഗേറ്റും മെയിൻ ഡോറും അടച്ച് പൂട്ടിയിടുന്നതാണ് നല്ലത്. കുട്ടികൾ അവിടെ ഇരുന്ന് കളിക്കാമെന്നുണ്ടെങ്കിൽ 2 കുട്ടികളുണ്ടെങ്കിലും കൂടി അങ്ങനെ ചെയ്യണം. നമ്മളുടെ സേഫ്റ്റി, നമ്മുടെ കണ്ണ് വെട്ടത്ത് കുട്ടികളുണ്ടെങ്കിൽ മാത്രം അവരെ പുറത്ത് കളിക്കാൻ അനുവദിച്ചാൽ മതിയെന്ന്. ഇത്തിരി സ്വാതന്ത്ര്യം കുറഞ്ഞാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ നഴ്സറിയിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ വഴിയിൽ വെച്ചോ, ചിലപ്പോൾ കൂട്ടുകൂടിയൊക്കെ ഇങ്ങനെ വരുന്ന കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് വഴിയിൽ വെച്ചൊക്കെ ആരെങ്കിലും മിഠായി കൊടുക്കാനും അതുവഴി മറ്റ് പല രീതിയിലുള്ള ഇതിലോട്ട് നീങ്ങാനും പ്രത്യേകിച്ച് ലഹരി മാഫിയ കൂടി വരുന്ന നമ്മുടെ ഈ ഒരു നാട്ടിൽ മിഠായി രൂപത്തിലൊക്കെ കുട്ടികളെ കൊണ്ട് അത് അഡിക്ഷൻ ആക്കാനും അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പല അടവുകളും ഇറക്കും. 1-2 പ്രാവശ്യം അവർ ഫ്രീ ആയിട്ട് മിഠായി കൊടുക്കും. പിന്നീട് അത് കഴിച്ചേ പറ്റൂ എന്നുള്ളൊരു സാഹചര്യം വരും. പിന്നെ അവർ മോഷ്ടിക്കും. നമ്മുടെ വീട്ടുകാരറിയില്ല, പണം മോഷ്ടിച്ച് എങ്ങനെയെങ്കിലും അത് വാങ്ങിക്കാനുള്ളൊരു ഇതാകും. അതുകൊണ്ട് കഴിയുന്നത് കുട്ടികളെ മാക്സിമം പറഞ്ഞു പഠിപ്പിക്കുക. വളരെ കാലം ഭയങ്കര മോശമാണ്. ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് അവരെ ഒരു പ്രാപ്തരാക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക്കായിട്ട് മാറുന്ന ഒരു കാലമാണ് ഇപ്പോൾ. അതുപോലെയാണ് കാലം. കൂടെ നിൽക്കുന്നവർ വരെ ചതിക്കുന്ന കാലമാണ്. കൂടെ നിൽക്കുന്നവർ വരെ സ്വന്തം ബന്ധുക്കൾ കൊടുത്താൽ പോലും ഒരു മിഠായി ആണെങ്കിലും വാങ്ങി കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടാണ് കാലം പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ജീവിക്കുമെന്നറിയില്ല. എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.